അത് നമ്മള് ഇപ്പൊ ചില വിശ്വാസികളുണ്ടാവും, ഇന്ന തീർത്ഥാടന സ്ഥലത്ത് പോകണം, ഇന്ന മാതാവിന്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കണം. ഇപ്പോൾ ചില തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പോകുമ്പോൾ അവർ നമുക്ക് തേൻ തരും, ഉപ്പ് തരും. അതിൽ വെച്ച് പ്രാർത്ഥിച്ചാൽ മാത്രമേ നമ്മുടെ കാര്യം നടക്കത്തുള്ളൂ. ഒരു പച്ചമെഴുതിരി കത്തിക്കണം, നീലമെഴുതിരി രാവിലെ കത്തിക്കണം. അങ്ങനെയൊക്കെ ചില തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പോകുമ്പോൾ നമുക്കിതുപോലെ അച്ഛന്മാരായിട്ട് നമുക്ക് അറിയിപ്പ് കിട്ടാറുണ്ട്. അപ്പോൾ അത് എത്രമാത്രം നമ്മുടെ വിശ്വാസികളുടെ ഇടയിൽ ഒരു സംശയം ഉളവാക്കുന്നുണ്ട്. അതിനെ പറ്റി അച്ഛൻ എന്താണ് പറയാനുള്ളത്? ഓക്കെ, ഇത് ഈ കാലഘട്ടത്തിൽ പല സ്ഥലങ്ങളിൽ പല രീതിയിൽ നടക്കുന്ന ഒരു പ്രതിഭാസമാണ്. അത് ഇന്നല്ല, പണ്ടും ഉണ്ടായിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ. ഇത് പുതിയ സംഭവമൊന്നുമല്ല. അപ്പോൾ ആദ്യമായി തന്നെ വിശുദ്ധര് എന്ന എന്തുകൊണ്ടാണ് സഭയിൽ വിശുദ്ധരുള്ളത് അത് നമ്മൾ അറിഞ്ഞിരിക്കുമ്പോഴാണ് നമുക്ക് വിശുദ്ധരോടുള്ള ഭക്തിയും നമ്മുടെ പ്രാർത്ഥനാ രീതികളും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കാൻ സാധിക്കുക. സഭയിൽ വിശുദ്ധരുള്ളത് ഇന്ന കാര്യം നടക്കാനുള്ള ഒരു ദേവത അല്ല, അങ്ങനെയല്ല. അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൻ്റെ വിദ്യാദേവത, അപ്പം ഇന്നയാളുടെ അടുത്ത് പോയി പ്രാർത്ഥിക്കുക, പരീക്ഷയ്ക്ക് മുമ്പ് ഇന്നയാളുടെ അടുത്ത് പോയി പ്രാർത്ഥിക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് മനോഭാവങ്ങൾ നമ്മുടെ ഇടയിൽ കാണാൻ സാധിക്കും. തീർച്ചയായിട്ടും ഓരോ കാര്യത്തിനും ഓരോ മധ്യസ്ഥരുണ്ട് എന്നുള്ളതൊക്കെ സത്യം തന്നെ, അതിന് നിഷേധിക്കുന്നൊന്നുമില്ല. അതേസമയം സഭ വിശുദ്ധരെ പ്രഖ്യാപിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ പേര് വിളിക്കുക എന്നാണ് നമ്മൾ സാധാരണ പറഞ്ഞത്. പേര് വിളിക്കുന്നതിൻ്റെ ഒന്നാമത്തെ ഉദ്ദേശം അവർ ജീവിച്ച മാതൃകാപരമായ ജീവിതം നമുക്കൊരു മാതൃകയാവാൻ വേണ്ടിയിട്ടാണ്. ഈശോയ്ക്ക് അവർ മാതൃകാപരമായി വീരോചിതമായി സാക്ഷ്യം നൽകി. മറ്റുള്ളവർ നന്നായിട്ട് ജീവിച്ചവരാണ്, പക്ഷേ ഇവർ വീരോചിതമായി സാക്ഷ്യം നൽകി. അങ്ങനെ ഒരു മാതൃക നമ്മുടെ മുൻപ് ഉയർത്തി കാണിക്കുകയാണ് വിശുദ്ധരെ വണങ്ങുന്ന, അല്ലെങ്കിൽ വിശുദ്ധരെ രൂപം വയ്ക്കുക, വിശുദ്ധരെ പേര് വിളിക്കുക, അല്ലെങ്കിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ ഉദ്ദേശമാണ് സഭയിൽ അങ്ങനെ സ്വർഗത്തിൽ ദൈവവുമായിട്ട് ഐക്യപ്പെട്ടിരിക്കുന്ന വിശുദ്ധരോട് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥന എഫിക്കേഷ്യസ് ആണ്, അല്ലെങ്കിൽ ഫലമുള്ളതാണ് ആകാൻ കാരണം അവർ ദൈവവുമായിട്ട് ഐക്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ദൈവവുമായിട്ട് ഐക്യപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് ദൈവം കേൾക്കും എന്നുള്ള ആ ഒരു വിശ്വാസമാണ് അവരുടെ മാധ്യസ്ഥത്തിന് ശക്തിയുണ്ട് എന്ന് പറയുന്നതിന് കാരണം. നമ്മളും മാധ്യസ്ഥം തന്നെ വഹിക്കുന്നത്. നമ്മൾ സഹോദര സ്നേഹത്തിൻ്റെ അടയാളമാണ്. ഞാൻ പ്രാർത്ഥിക്കാൻ പറയുന്നു, അല്ലെങ്കിൽ നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കാൻ പറയുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു, മധ്യസ്ഥം വഹിക്കുന്നു എന്നുള്ളതൊക്കെ പരസ്നേഹത്തിൻ്റെ ഒരു ലക്ഷണം കൂടിയാണ്. അപ്പം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വ്യത്യാസം എന്താണ്? നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പാപികളും ബലഹീനരും കുറവുകളുള്ളവരാണ്. എന്നാൽ വിശുദ്ധർ പ്രാർത്ഥിക്കുമ്പോൾ അവർ സമ്പൂർണ്ണ ദൈവ ഐക്യത്തിലായിരിക്കുന്നത് പ്രാർത്ഥിക്കുന്നത്. അതാണ് ഈ രണ്ട് ഉദ്ദേശമാണ് തിരുസഭയിൽ വിശുദ്ധരോടുള്ള വണക്കത്തിൻ്റെ കാരണം. ഒന്ന് മാതൃക, ഒന്ന് മാധ്യസ്ഥ്യം. അപ്പോൾ രണ്ടാമത്തെ കാര്യം, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. ഇത് വിശുദ്ധരോടുള്ള വണക്കം നിർബന്ധമായിട്ടും ഒരു വിശുദ്ധനോടൊന്ന് പ്രാർത്ഥിച്ചേ മതിയാവുന്ന ഒരു സഭ നമ്മൾ പഠിപ്പിക്കുന്നില്ല. വിശ്വാസ സത്യങ്ങളും വിശുദ്ധരോടുള്ള വണക്കവും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. രണ്ടും ചെയ്യുന്നത് മാർപ്പാപ്പയാണ്, രണ്ടും ചെയ്യുന്നത് എക്സ് കത്തീഡ്ര എന്ന് പറയും, തൻ്റെ അധികാരം ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. പക്ഷേ വിശ്വാസ സത്യം പഠിപ്പിക്കുമ്പോൾ, ഉദാഹരണത്തിന് മാതാവ് സ്വർഗാരോഹണം ചെയ്തു എന്നുള്ളത് പരിശുദ്ധ കത്തോലിക്ക സഭയുടെ ഒരു വിശ്വാസ സത്യമാണ്. അത് നമ്മൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നമ്മൾക്ക് സഭയിൽ വിശ്വാസ കൂട്ടായ്മയില്ല. എന്നാൽ ഒരു വിശുദ്ധനിലെ ഉദാഹരണത്തിന് പാദ്രേ പിയോ എന്ന് വളരെ പ്രശസ്തനായ വിശുദ്ധനാണ്. ആ വിശുദ്ധനിൽ വിശ്വസിക്കുകയും ആ വിശുദ്ധനോട് മാധ്യസ്ഥം വഹിക്കുകയും ചെയ്താലേ കത്തോലിക്ക സഭയിൽ അംഗത്വം ഉണ്ടോന്ന് ശരിയല്ല. രണ്ടും ഒരേ മാർപ്പാപ്പ ചെയ്യുന്ന പ്രഖ്യാപനങ്ങളാണ്. പക്ഷെ ഒന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് അടിസ്ഥാനപരവും മാറ്റാൻ പറ്റാത്തതുമാണ്. നമ്മൾ കത്തോലിക്കരാണെങ്കിൽ വിശ്വസിച്ചേ മതിയാവും. പക്ഷേ അതേസമയം വിശുദ്ധരോടുള്ള വണക്കത്തിൽ അങ്ങനെ ഒരു നിർബന്ധമില്ല. എന്നാൽ നമുക്ക് വേണമെങ്കിൽ ആ മാതൃക സ്വീകരിക്കാം, ആ വിശുദ്ധനോട് പ്രാർത്ഥിക്കാം. മനസ്സിലായി? അതാണ് ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തെ കാര്യം, പലപ്പോഴും ഈ വിശുദ്ധരോടുള്ള വണക്കം ഒരു കമ്പോളവൽക്കരിക്കപ്പെടാറുണ്ട്. എന്ന് വെച്ചാൽ കമേഴ്ഷ്യലൈസേഷൻ ഓഫ് ദ കൾട്ട് എന്ന് പറയും. അതായത് ആദ്യം വിശുദ്ധരോടുള്ള വണക്കം തുടങ്ങി അവരുടെ മാതൃകയെ പ്രചരിപ്പിച്ചു, അത് നല്ലതായിട്ട് മുന്നോട്ട് പോയി. പിന്നീട് അതൊരു സാമ്പത്തിക സ്രോതസ്സായിട്ട് മാറുന്ന ഒരു പ്രവണത പലപ്പോഴും കണ്ടുവരാറുണ്ട്. പക്ഷേ അത് സഭാവിശ്വാസമായിട്ടൊന്നും അതിന് യാതൊരു ബന്ധവും ഇല്ല, തീർച്ചയായിട്ടും ഇല്ല. അത് അതിൻ്റെ പരിണാമത്തിൽ സംഭവിക്കുന്ന ഒരു മാനുഷിക എലമെൻ്റ് എന്ന് മാത്രമേ അതിനെ പറയാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. നേരത്തെ ചോദിച്ച ചോദ്യത്തിലെ ഒരു പോയിന്റ് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം,
ഇന്ന സ്ഥലത്തേക്ക് തീർത്ഥാടനം പോകണം, ഇന്ന സ്ഥലത്തുള്ള വിശുദ്ധനോട് അല്ലെങ്കിൽ മാതാവിനോട് പ്രാർത്ഥിക്കണം, വേളങ്കണ്ണിയിൽ പോയി പ്രാർത്ഥിച്ചാൽ മാത്രമേ ഇത് നടക്കുകയുള്ളൂ, വേളങ്കണ്ണിയിൽ 9 പ്രാവശ്യം പോകണം, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഭക്ത അഭ്യാസങ്ങൾ അല്ലെങ്കിൽ ഒരു രീതി നമുക്ക് ഒരു പക്ഷേ നമ്മുടെ ഇടയിൽ പ്രചാരത്തിലുണ്ടായിരിക്കും. അതൊന്നും വിശ്വാസത്തിൻ്റെ അടിസ്ഥാന സ്വഭാവമുള്ളതല്ല. എന്ന് വെച്ചാൽ അങ്ങനെ പോകുന്നവർക്ക് പോകാം, അതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷെ അങ്ങനെ പോയാലേ ഇത് സംഭവിക്കൂ എന്ന് പറയുന്നതിൽ യാതൊരു ദൈവശാസ്ത്രപരമായിട്ടോ ആത്മീയമായിട്ടുള്ള ഒരു അടിസ്ഥാനം അതിന് ഇല്ല. എന്നാൽ അങ്ങനെ പോകുന്നതുകൊണ്ട് തെറ്റുണ്ടോ? തെറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യമാണ് ഏത് പള്ളിയിലേക്ക് തീർത്ഥാടനത്തിന് പോകണം, ഏത് മാതാവിൻ്റെ രൂപത്തിന് മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കണം എന്നുള്ളതൊക്കെ. പിന്നെ ചില സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ചില ആളുകൾക്ക് തോന്നുന്ന ഒരു ഇതാണ് വേളങ്കണ്ണി ഒരേ ഇതിൽ തന്നെ വേളങ്കണ്ണി മാതാവ്, ലൂർദ് മാതാവ്, ഫാത്തിമ മാതാവ് അങ്ങനെ വെക്കുകയും അത് ഓരോ രൂപത്തിൻ്റെ മുമ്പിൽ പോയി നിന്ന് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു രീതി ചിലപ്പോൾ കാണാം. അത് ഒന്നും സഭ പ്രോത്സാഹിപ്പിക്കുന്ന സാധനങ്ങളല്ല കേട്ടോ. സഭ വളരെ കൃത്യമായിട്ട് പ്രത്യേകിച്ച് റോമൻ മിസ്സലിലോ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്, ഒരേ വിശുദ്ധൻ്റെ നമ്പർ ഓഫ് സ്റ്റാച്യൂസ് അല്ലെങ്കിൽ അത് മൾട്ടിപ്ലൈ ചെയ്യാൻ പാടില്ലെന്നുള്ളത്. കാരണം എന്ന് വെച്ചാൽ ഒരേ വ്യക്തി തന്നെയാണ്. ആ വ്യക്തിയിലൂടെ ദൈവം ചെയ്ത വലിയ കൃപ, അനുഗ്രഹം അത് അനുസ്മരിക്കുക, ആ വ്യക്തിയെ ബഹുമാനിക്കുക, വണങ്ങുക, വിശുദ്ധനായിട്ട് വണങ്ങുക, പ്രാർത്ഥന യാചിക്കുക. അതിനപ്പുറം ഈ രൂപത്തിന് നല്ല പവറുള്ള രൂപം, ചില ആളുകളൊക്കെ പറയുന്നത് നല്ല ശക്തിയുള്ള രൂപമാണ് കേട്ടോ, അത്ഭുതം പ്രവർത്തിക്കുന്ന രൂപം, അങ്ങനെയൊക്കെ പറയുന്നത് കത്തോലിക്ക വിശ്വാസത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ ഇതുവരെയുള്ള അറിവനുസരിച്ച് അങ്ങനെ ഒരു പവറുള്ള രൂപവും അത്ഭുതം പ്രവർത്തിക്കുന്ന രൂപമൊന്നും ഇല്ല. എന്നാൽ അത്ഭുതം പ്രവർത്തിക്കുന്ന വിശുദ്ധന് അനുഭവം പ്രാർത്ഥിക്കും. കാരണം വിശുദ്ധൻ സ്വർഗത്തിലിരിക്കുന്ന വിശുദ്ധനാണ്. ആ വിശുദ്ധനെ ഓർത്ത വിശുദ്ധനോട് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിച്ചേക്കാം, അത് നിഷേധിക്കുന്നില്ല. അതേസമയം ഈ രൂപത്തിൻ്റെ പവർ കൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്ത് ദൈവശാസ്ത്രമാണ്, എന്ത് ആധ്യാത്മികതയാണ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ പെലിഗ്രിമേജ്, ഈ തീർത്ഥാടനത്തിന് വലിയ അർത്ഥമുണ്ട്. നമ്മൾ ഭൂമിയിലെ സഭയെക്കുറിച്ച് പറയുന്നത്, ഭൂമിയിലെ സഭ സ്വർഗോന്മുഖമായി തീർത്ഥാടനം ചെയ്യുന്ന സമൂഹം എന്നാണ് പറയുന്നത്. യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വർഗോന്മുഖമായി തീർത്ഥാടനം ചെയ്യുന്ന സമൂഹത്തിൻ്റെ ഒരു പ്രതീകമാണ് വിശുദ്ധരുടെയും മറ്റ് സ്ഥലങ്ങളിലേക്കുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്കുള്ള യാത്രയും അവിടെ പോകുന്നതും അവിടെ പ്രാർത്ഥിക്കുന്നതും പ്രായശ്ചിത്തം ചെയ്യുന്നതൊക്കെ. പക്ഷെ ആ സ്വഭാവത്തിന് അപ്പുറത്തേക്ക് അങ്ങനെ യാത്ര ചെയ്തത് കൊണ്ട് ഇന്നത് സംഭവിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കാൻ തുടങ്ങിയാൽ അത് വീണ്ടും നമ്മൾ എന്താ പറയുന്നത്, വിശ്വാസത്തിൻ്റെ തലത്തിൽ നിന്ന് മാറുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ദൈവത്തിന് ഇങ്ങനെ കണ്ടീഷൻസ് ഇടുന്നത് സ്വഭാവം ശരിയാണോ? കാരണം എന്ന് വെച്ചാൽ ദൈവത്തിന് നമ്മെ സ്നേഹിക്കുന്ന ദൈവം നമ്മുടെ ഗുണം കൊണ്ടല്ല. നമ്മുടെ ഗുണം കൊണ്ട് നമ്മളെ സ്നേഹിക്കാനും നമുക്ക് കാര്യങ്ങൾ ചെയ്തു തരാനും ഒക്കെ ദൈവം തുടങ്ങിക്കഴിഞ്ഞാൽ ഒന്നും ചെയ്തു തരാൻ പറ്റില്ല. കാരണം നമുക്ക് അത്ര ഗുണമില്ലാത്തതുകൊണ്ട്. പക്ഷേ ദൈവം നമ്മളെ സ്നേഹിക്കുന്നതും നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നതും നമ്മുടെ കാര്യങ്ങൾ നടത്തുന്നതും നമ്മളോട് ദൈവത്തിനുള്ള സ്നേഹം കാരണമാണ്. ഇവിടെ കിട്ടിയ അപ്പം നമ്മൾ ചെയ്യേണ്ടത്രയേ ഉള്ളൂ. ദൈവവചനം പറയുന്ന പോലെ ചോദിക്കും നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കും നമ്മൾ കണ്ടെത്തും, മുട്ടുവിൻ തുറക്കപ്പെടും. അത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. അത് ദൈവവചനമാണ്. പിന്നെ നിരന്തരമായി പ്രാർത്ഥിക്കുക, ദൈവവചനമാണ്. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. വിധവയുടെയും ന്യായാധിപൻ്റെയൊക്കെ ഉപമ നമുക്കറിയാം. നിരന്തരമായി ശല്യപ്പെടുത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വിധവയെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതൊന്നും തെറ്റല്ല. പക്ഷേ അതിനൊരു കണ്ടീഷൻ ഇട്ട് കഴിഞ്ഞാൽ അതിനർത്ഥം എന്താ? ഇങ്ങനെ ചെയ്താലേ ദൈവം ഇങ്ങനെ ചെയ്യുകയുള്ളൂ. അങ്ങനെ ദൈവത്തിൻ്റെ കണ്ടീഷൻ ഇടാനായിട്ട് നമുക്ക് ഒരിക്കലും സാധിക്കുകയില്ല. അത് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ സംഭവിച്ചില്ലെങ്കിലോ, 9 ആഴ്ച പോയാൽ അച്ചിട്ട പോലെ എന്നൊക്കെ പറയുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ 9 ആഴ്ച കഴിഞ്ഞിട്ടും ആ കാര്യം സംഭവിച്ചില്ലെങ്കിലോ, അപ്പോൾ ആ വ്യക്തിയുടെ വിശ്വാസത്തിൽ മാറ്റം വരികയില്ലേ? ദൈവം ആ കാര്യം ആ വ്യക്തിയെ സംബന്ധിച്ചോളം ചെയ്യാൻ ആഗ്രഹിക്കാത്ത കാര്യം നമ്മൾ ചെയ്യിപ്പിക്കുന്ന പോലത്തെ ഒരു അവസ്ഥ വരികയല്ലേ? അപ്പോൾ അതുകൊണ്ട് നമ്മൾ ദൈവത്തിന് നമ്മുടെ ഈശോ പ്രാർത്ഥിച്ച പോലെ പ്രാർത്ഥിക്കാനൊക്കെ സാധിക്കണം. ഇതാണ് എൻ്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം നിറവേറട്ടെ. ദൈവഹിതം നടപ്പിലാക്കാനുള്ള കൃപയ്ക്കും ശക്തിക്കും വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അല്ലാതെ നമ്മുടെ ഈ കാര്യം ഇങ്ങനെ നടന്നേ പറ്റൂ, ഇങ്ങനെ ചെയ്തേ പറ്റൂ എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു പ്രാർത്ഥനയ്ക്കും വലിയ ആധ്യാത്മിക തലത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ അതിന് വലിയ പ്രശ്നങ്ങൾ ഉണ്ട്. അപ്പം അങ്ങനെ ഒത്തിരിയേറെ കമേഴ്ഷ്യലൈസേഷൻ അല്ലെങ്കിൽ കമ്പോളവൽക്കരണം ഈ ഭക്തിയുടെ കാര്യത്തിലാണെങ്കിലും പ്രാർത്ഥനയുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് നമുക്ക് യാതൊരു നിവൃത്തിയും ഇല്ല. പല കാര്യങ്ങൾക്കും പെട്ടെന്ന് ഒരു പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കുകയില്ല. പക്ഷെ നമ്മളങ്ങനെ പേടിച്ച് ഒരു കാര്യം ചെയ്യേണ്ട കാര്യവും ഇല്ല.
യോഹന്നാൻ സ്ലീഹയുടെ ലേഖനത്തിൽ പറയുന്ന പോലെ സ്നേഹമുള്ളിടത്ത് ഭയത്തിന് സ്ഥാനം ഇല്ല. ഭയപ്പെട്ടൊരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവിടെ സ്നേഹം പോയി പേടിച്ചിട്ടാണ് ചെയ്യുന്നത്. പേടി എന്താണ്? എന്നെ ശിക്ഷിക്കുകയോ എന്നെ ശപിക്കുകയോ എന്നെ നശിപ്പിക്കുകയോ എന്നുള്ള പേടിയാണ്. അങ്ങനെ ഭയപ്പെട്ടിട്ട് ചെയ്യുന്നത് ഒരു ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് കണക്കാക്കാൻ പറ്റില്ല. ദൈവസ്നേഹത്തിൽ ചെന്നിട്ടാണത് എല്ലാ പ്രാർത്ഥനയും എല്ലാ ആത്മീയ ശുശ്രൂഷകളും പര്യവസാനിക്കേണ്ടത്.